ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. ബ്രെഡും പഴവും വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ സ്നാക്കുകളിലൊക്കെ വെറൈറ്റി ആയിട്ട് തയ്യാറാക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. പിന്നെ ഒരു കാര്യം, വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായി വന്നാൽ അതിലേക്ക് 1/2 കപ്പ് അവിൽ ചേർത്ത് കൊടുക്കാം. അവിൽ ചെറുതായിട്ടൊന്ന് നെയ്യിലിട്ടിട്ട് വഴറ്റിയെടുക്കണം. അവിൽ ഓപ്ഷനിലാണ്, നിർബന്ധമൊന്നുമില്ല, ഇല്ലാതെയും ചെയ്തെടുക്കാം. പിന്നെ ഒരുപാട് മൊരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. പിന്നെ വേണ്ടത് 2 നേന്ത്രപ്പഴമാണ്. അത് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അവിൽ ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ പാനിൽ നിന്ന് മാറ്റാം. എന്നിട്ട് അതേ പാനിലേക്ക് തന്നെ 1.5 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ വാട്ടിയെടുക്കാം. പഴം നന്നായിട്ട് വെന്ത് കളറൊക്കെ ഒന്ന് മാറി വന്നാൽ അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ളി ഏലക്കാപ്പൊടി കൂടെ ചേർത്തിട്ട് തേങ്ങക്ക് അതിൽ നന്നായിട്ട് മിക്സായി ഒന്ന് പാകമായിട്ട് വന്നാൽ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അവിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര വെള്ളം ചേർത്ത് കൊടുക്കാം. ശർക്കര ഉരുക്കിയത്. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് മധുരമൊക്കെ നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ചേർത്തിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ അതിന് അവലും വേണമെന്നില്ല. തേങ്ങയും പഴവും പഞ്ചസാരയും ഏലക്കാപ്പൊടി മാത്രമായാലും മതി. അപ്പോൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 3 ഏലക്കായ പൊടിച്ചത് ഇവയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് അതും ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള ബ്രൗൺ പാർട്ടൊക്കെ മാറ്റിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് ഓരോന്നായിട്ട് എടുത്തിട്ട് അത് നന്നായിട്ട് കനം കുറഞ്ഞിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. പൊട്ടിപ്പോവരുത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് തന്നെ എടുക്കുക. ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ബ്രെഡൊന്നും ആവരുത്. അപ്പോൾ ഇതുപോലെ ഓരോന്നും പരത്തിയെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് ആയാലേ ഇതുപോലെ കിട്ടുകയുള്ളൂ. ഇനി നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പഴത്തിൻ്റെ കൂട്ട് കുറച്ച് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് ബ്രെഡിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കാം. പിന്നെ ബ്രെഡിൻ്റെ 2 സൈഡിലും മുട്ടയുടെ മിക്സ് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 2 സൈഡും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടും. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. മുഴുവൻ ബ്രെഡും ഇതുപോലെ റോളാക്കി എടുത്താൽ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് റോൾ ചെയ്ത് വെച്ചിട്ടുള്ള ഓരോന്നും ഇതുപോലെ മുട്ടയുടെ മിക്സിൽ ഒന്ന് മുക്കിയെടുത്തിട്ട് പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് എല്ലാ ഭാഗവും ബ്രൗൺ കളറാക്കി എടുക്കണം. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ബ്രൗൺ കളറാക്കി എടുക്കാം. മുട്ടയിൽ മുക്കിയെടുത്തത് കാരണം 4 ഭാഗവും ബ്രൗൺ കളറാക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. 4 ഭാഗവും വേവിച്ചെടുക്കാം.
അപ്പോൾ എല്ലാ ഭാഗവും കളറൊക്കെ മാറി നല്ല പാകമായിട്ട് കിട്ടിയാൽ പാനിൽ നിന്ന് മാറ്റാം. ഇതേ രീതിയിൽ ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ.